എല്ലാവർക്കും SB മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ അതിനെങ്ങനെ ചെക്ക് ചെയ്യാം, അതിൻ്റെ ഡിസ്പ്ലേ, ക്യാമറ, അതേപോലെ തന്നെ മറ്റു ഫംഗ്ഷനുകളും എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം, വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനു മുമ്പ് മൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്, മാജിക്, ഹെൽത്ത് ഇവയെക്കുറിച്ചുള്ള പുതിയ പുതിയ അറിവുകൾ നിങ്ങളുടെ ഫേസ്ബുക്കിൽ ലഭിക്കാൻ നിങ്ങളുടെ ഫേസ്ബുക്കിലെ സെർച്ച് ബാറിൽ SB മീഡിയ എന്ന് സെർച്ച് ചെയ്ത് എൻ്റെ ഫേസ്ബുക്ക് പേജായ SB മീഡിയ സാദിഖ് ബിസ്മി എന്നുള്ളത് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക. ആൻഡ്രോയിഡ് ഫോണുകളിൽ മാത്രമേ ഈ സംവിധാനം പറ്റുകയുള്ളൂ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ *0*# എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിനകത്ത് ഇവിടെ റെഡ്, ഗ്രീൻ, ബ്ലൂ, അതായത് നിങ്ങൾക്ക് റെഡ് ക്ലിക്ക് ചെയ്താൽ ഇത് ഡിസ്പ്ലേ ഫുള്ളായിട്ട് നിങ്ങളുടെ മൊബൈലിൻ്റെ ഡിസ്പ്ലേ ഫുൾ റെഡ് കളറിൽ കാണണം. റെഡ് കളറിൽ കണ്ടാൽ അതിൻ്റെ ഏതെങ്കിലും മൂലയിലോ എവിടെയെങ്കിലും ചെറിയ ഡോട്ടോ കുത്തോ എന്തെങ്കിലും ഉണ്ടാകാൻ നോക്കുക. ഒന്നുമില്ല, ഫുൾ പ്ലെയിൻ റെഡ് ആണെങ്കിൽ നിങ്ങളുടെ ഡിസ്പ്ലേ ഓക്കെ ആണെന്ന്. അതുപോലെ തന്നെ ഈ ഗ്രീനും ചെക്ക് ചെയ്യുക. ഗ്രീനിലും ഈ കളറിലെ വല്ല വ്യത്യാസമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബ്ലൂ ചെക്ക് ചെയ്യുക. അതിന് താഴത്താണ് ഇവിടെ റിസീവർ എന്നുള്ള ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു സൗണ്ട് കേൾക്കും, ഒരു മൂളുന്ന ഈ സൗണ്ട് കേൾക്കും. ഈ സൗണ്ട് കേട്ടാൽ ഓക്കെ, റിസീവർ ഓക്കെ ആണെന്ന് അർത്ഥം. ഇനി വൈബ്രേഷനിൽ ക്ലിക്ക് ചെയ്താൽ ഫോണ് ഓട്ടോമാറ്റിക് വൈബ്രേറ്റ് ആകുന്നതാണ്. അതുപോലെ തന്നെ ഡിമ്മിങ്, ഇതിനകത്ത് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഈ 3 കളറും ഇങ്ങനെ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കാണണം. ഇതുപോലെ കണ്ടാൽ ഡിസ്പ്ലേ ഒന്നുകൂടി ഓക്കെയാണ്. ഡിസ്പ്ലേ ചെക്ക് ചെയ്യാനുള്ള ഈ മെഗാ ക്യാം എന്നുള്ളത് എടുത്താൽ നിങ്ങളുടെ ക്യാമറ ഓൺ ആവും. അത് ഞാൻ നോക്കുന്നില്ല, ഞാൻ ചെക്ക് ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് എടുത്ത് നോക്കാം. മെഗാ ക്യാം എടുത്ത് നോക്കിയാൽ നിങ്ങളുടെ ക്യാമറ ഓൺ ആവുന്നതാണ്. ക്യാമറയിൽ വല്ല ഫാൾട്ട് എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇത് കാണുന്നത് സെൻസറാണ്. ഇത് ഓപ്പൺ ചെയ്താൽ നിങ്ങളുടെ ഫോൺ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുമ്പോൾ ഈ എല്ലാ 1, 2, 3, 4, 5, 6 സെൻസറുകൾ കാണിക്കുന്നുണ്ട്. ഇതിലെല്ലാത്തിനും ഈ നമ്പർ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കണം. ഏതെങ്കിലും ഒരു സെൻസറിലെ നമ്പർ മാറുന്നില്ലെങ്കിൽ ആ സെൻസർ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. 1, 2, 3 പ്രാവശ്യം ബാക്കോട്ട് അടിച്ചാലേ ബാക്കോട്ട് വരുള്ളൂ. അടുത്തത് ടച്ച് സ്ക്രീൻ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളതിന് ഈ ടച്ച് സ്ക്രീനിൽ ഇതിൽ നിങ്ങൾ ടച്ച് ചെയ്താൽ നിങ്ങൾ ഈ കാണുന്ന കള്ളികൾ നമുക്ക് എവിടെ നിങ്ങൾ ഒരു ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റായിട്ട് ഈ കള്ളികളിലൂടെ കറക്റ്റായിട്ട് നമ്മൾ വരച്ചാൽ എല്ലാവിടെയും ഈ പച്ച വരണം. ഒരു ഭാഗത്ത് വിടാൻ പാടില്ല. വിടാതെ ഫുള്ളായിട്ട് ഇതെല്ലാം പച്ച ആവുന്നുണ്ടെങ്കിൽ കള്ളികൾ നമ്മളെല്ലാം കറക്റ്റായിട്ട് ഗ്രീൻ കളർ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ വര വരച്ച് കറക്റ്റായി ഇതുപോലെ നമ്മൾ ടച്ച് സ്ക്രീൻ ഇങ്ങനെ വരച്ച് ഫുൾ എല്ലാ ഭാഗത്തും ഇതാക്കിയാൽ ഗ്രീൻ കളർ ആക്കിയാൽ അത് ടച്ച് പോകും. ഇപ്പോൾ ടച്ച് സ്ക്രീൻ വർക്കിംഗ് ആണ് എന്നുള്ളതാണ്. അടുത്തത് TSB, അതായത് ഇത് വന്നിട്ട് മാഗ്നറ്റിക് സെൻസറാണ്. അതായത് ടച്ചിന് മുകളിൽ ഒരു മാഗ്നറ്റിക് ലെയർ ഉണ്ട്, അത് സെൻസ് ചെയ്യണം. അതായത് നമ്മൾ ടച്ചിൽ മുട്ടിയില്ല എന്ന് പറഞ്ഞ് വെച്ച് ടച്ചിൽ തൊടാതെ ടച്ചിന്റെ മുകളിലൂടെ കൈ കൊണ്ടുപോയാൽ നിങ്ങളുടെ ടച്ച് സ്ക്രീനിൽ ഇങ്ങനെ ലൈൻ വരും. ടച്ചിൽ ഞാൻ തൊട്ടിട്ടില്ല, തൊടാതെയാണ് ചെയ്യുന്നത്. തൊടാതെ ടച്ചിന്റെ മുകളിലൂടെ കറക്റ്റായിട്ട് കൊണ്ടുപോയാൽ അത് സെൻസ് ചെയ്ത് നമ്മുടെ അതിന് ഒപ്പം വർക്ക് ചെയ്യും. ഒരു സെൻസറാണ് ഇതിങ്ങനെ. നമ്മളെ ടച്ചിന്റെ ചെക്ക് ചെയ്തതുപോലെ തന്നെ സ്ക്രീനിന്റെ മുകളിൽ കൂടെ സ്ക്രീനിൽ തൊടാതെ മെല്ലെ കൊണ്ടുപോകുക കൈ. അതും ഫുള്ളാക്കിയാൽ കള്ളികൾ ഫുള്ളാക്കിയാൽ അതും പോകുന്നത്. അടുത്തത് വന്നിട്ട് സ്ലീപ്പ് ഞാൻ ഇപ്പോൾ ചെക്ക് ചെയ്യുന്നില്ല. സ്ലീപ്പ് ചെക്ക് ചെയ്താൽ എൻ്റെ ഫോണ് ഓട്ടോമാറ്റിക് സ്ലീപ്പിലോട്ട് പോകും. സ്പീക്കർ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ സ്പീക്കറിൽ നിന്ന് സൗണ്ട് വരുന്നതാണ്. ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ അതവിടെ നിൽക്കും. അതിൽ തന്നെ ലെഫ്റ്റ് സ്പീക്കർ, അങ്ങനെ എല്ലാ സ്പീക്കറും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പിന്നെ സബ് കീസ്, ആദ്യം നിങ്ങൾ വോളിയം കീയിൽ അമർത്തുക, വോളിയം കീയിലെ താഴത്തേൽ അമർത്തുക, പിന്നെ ഹോം ബട്ടണിൽ അമർത്തുക, അങ്ങനെ ഓരോ ഓപ്ഷൻ കീ അമർത്തുക, ബാക്ക് കീ അമർത്തുക, ഓൺ ഓഫ് കീ അമർത്തുക. ഓരോന്ന് അമർത്തുമ്പോഴും ഓരോ കളറിലോട്ട് പോകും. അങ്ങനെ അമർത്തിക്കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഓരോ കീ അമർത്തുമ്പോഴും ഓരോ കളർ വരും. എല്ലാ കീയും കറക്റ്റായിട്ട് വർക്കിംഗ് ആണോ എന്നുള്ളത് നോക്കാം. അടുത്ത് ഫ്രണ്ട് ക്യാമറ, അത് ഞാൻ ഓൺ ചെയ്യുന്നില്ല. നിങ്ങൾ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കി നോക്കിയാൽ മതി. അടുത്തത് LED എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഇമേജിൽ കാണുന്നില്ല. അതായത് ഫോണിൻ്റെ ഇവിടെയായിട്ട് നമ്മൾ ചാർജ് കുത്തുമ്പോഴൊക്കെ ഒരു ബ്ലിങ്ക് ചെയ്യും ഒരു ലൈറ്റ്. അതേപോലെ തന്നെ മെസ്സേജ് വന്നാലും വാട്സാപ്പിലും മറ്റേ ഫേസ്ബുക്കിലൊക്കെ നോട്ടിഫിക്കേഷൻ വന്നാലും ഒരു ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. റെഡ് കളറിലും പച്ച കളറിലൊക്കെ ആയിട്ട് സാംസങ് ഫോണുകളിലൊക്കെ മറ്റും കാണാൻ പറ്റും. ആ LED ചെക്ക് ചെയ്യാനാണ്. ഇപ്പോൾ നിങ്ങൾ റെഡാണ് കാണുന്നത്, ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ ഗ്രീൻ ആവും. അപ്പോൾ ആ LED ഗ്രീൻ കളർ അവിടെ കത്തണം, ബ്ലൂ കളർ, അങ്ങനെ ഓരോന്നായിട്ട് കത്തണം. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ IR ചെക്ക് ചെയ്യാൻ നിങ്ങൾ ഇതെല്ലാം അങ്ങനെ കറക്റ്റ് വർക്ക് ചെയ്യണം. അങ്ങനെ എല്ലാം ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഈ ലോ ഫ്രീക്വൻസി എന്നുള്ള ഇത് വന്നിട്ട് നിങ്ങൾ ഇതിൽ ടച്ച് ചെയ്യുമ്പോൾ ഈ കളർ വരണം. എല്ലാത്തിലും ഈ താഴെയുള്ള ഈ ഗ്രീൻ മാർക്ക് വരണം. അതിനോടൊപ്പം തന്നെ ഒരു സൗണ്ടും നിങ്ങൾക്ക്, ആ ഫ്രീക്വൻസി സൗണ്ടും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും ഫോണിൽ. ഇത് വന്നിട്ട് സെൻസർ ഹബ് ടെസ്റ്റ് വന്നിട്ട് ഓപ്പൺ ചെയ്താൽ
ഫോൺ ഒന്ന് മൊത്തം ഓഫാകുന്ന പോലെ ആയിട്ട് അപ്പോൾ തന്നെ ഓണാവും. അപ്പോൾ ഇങ്ങനെ ഇവിടെ പാസ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കും. ഓക്കെ, അങ്ങനെ എഴുതി കാണിച്ചാൽ നിങ്ങളുടെ ഇത് സെൻസർ ഹബ് ടെസ്റ്റ് ഓക്കെ ആണെന്നുള്ളത്. അതിനുശേഷം ഇനി നമുക്ക് കഴിഞ്ഞു. പാസ് എന്ന് എഴുതി കാണിച്ചാൽ സെൻസർ ഹബ് ടെസ്റ്റ് ഓക്കെ ആണ്. നമുക്ക് ബാക്ക് കൊടുക്കാം. നിങ്ങൾ ഇത് കറക്റ്റായി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മൊബൈലിൻ്റെ ഏകദേശം കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. എല്ലാവർക്കും ഈ വീഡിയോ വളരെ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.